വെൽക്കം ടു ബയോ ക്ലാസ്. ഞാൻ അജിത CJ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്ന പോർഷനിലെ സ്പെഷ്യൽ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും 3 ഇൻഫ്ലോറസൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഹൈപ്പാന്തോഡിയം, 2 സയാത്തിയം, മൂന്നാമത്തത് വെർട്ടിലാസ്റ്റർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രധാനമായിട്ടും സാധാരണ കാണുന്ന ഇൻഫ്ലോറസൻസിനെ കുറിച്ച് പഠിച്ച ഏതൊക്കെയാണ്? റെസിമോസ് ഇൻഫ്ലോറസൻസും സൈമോസ് ഇൻഫ്ലോറസൻസും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈപ്പാന്തോഡിയം, അതേപോലെ തന്നെ സയാത്തിയം, വെർട്ടിലാസ്റ്റർ, 3 സ്പെഷ്യൽ ഇൻഫ്ലോറസൻസ് ആണ്. അതിൽ ഒന്നാമത്തെയാണ് ഹൈപ്പാന്തോഡിയം എന്ന് പറയുന്നത്. ഹൈപ്പാന്തോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന അക്ഷം ഒരു കപ്പ് ആകൃതിയിലുള്ള റിസപ്റ്റക്കിൾ ഉണ്ടാകുന്നു. മുകളിൽ ഒരു അഗ്രഭാഗം തുറന്നിരിക്കുന്നു. ഒരു കപ്പിൽ പൊതിഞ്ഞ അറയുടെ ആന്തരിക ഭിത്തിയിലാണ് പൂക്കൾ കാണപ്പെടുന്നത്. ഉദാഹരണം ഫൈക്കസ് അല്ലെങ്കിൽ അത്തിപ്പഴമാണ്. ഇതുപോലെയാണ് ഹൈപ്പാന്തോഡിയം ഇൻഫ്ലോറസൻസ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കപ്പ് പോലെയുള്ള ഒരു ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് മെയിൽ ഫ്ലവേഴ്സ് സെൻറ്ററിലും ഫീമെയിൽ ഫ്ലവേഴ്സ് സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഇൻഫ്ലോറസൻസ് ആണ് ഹൈപ്പാന്തോഡിയം എന്ന് പറയുന്ന ഇൻഫ്ലോറസൻസ്. ഫൈക്കസിലാണ് നമ്മളിത് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഇത് ഉള്ളത് കൊണ്ടാണ് ഈ ഫൈക്കസിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഒരു അസോസിയേഷൻ കാണപ്പെടുന്നുണ്ട് അല്ലേ. ചില കടന്നെല്ലുകൾ ഈ ഹൈപ്പോന്തോഡിയത്തിൻ്റെ ഉള്ളിലാണ് മുട്ടയിട്ട് വെക്കുന്നത്. അപ്പോൾ അത് ഈ കാണുന്നത് ഇത് ഒരു കപ്പ് പോലെയുള്ള ഒരു ഇൻഫ്ലോറസൻസ് ആയതുകൊണ്ടാണ്, ഇത് അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അടുത്തതാണ് സയാത്തിയം. സയാത്തിയം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു കപ്പ് പോലെയുള്ള ഇൻഫ്ലോറസൻസ് ആണ്. കപ്പ് ആകൃതിയിലുള്ള ഒരു ഇൻവോക്ര കൊണ്ട് ഇതിങ്ങനെ സറൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ സെൻറ്ററിലായിട്ട് എന്തുണ്ടായിരിക്കും? ഒരു പെൺപൂ ഉണ്ടായിരിക്കും. കണ്ടോ, ഇതുപോലെ ഒരു പെൺപൂ ഉണ്ടായിരിക്കും. അതിനെ ചുറ്റപ്പെട്ട് ധാരാളം മേൽപ്പൂക്കൾ ഉണ്ടായിരിക്കും. ഈ മേൽപ്പൂക്കളിന് എല്ലാത്തിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കേസരങ്ങൾ നമുക്ക് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സയാത്തിയം എന്ന് പറയുന്നത്. കപ്പാകൃതിയിലുള്ളത് ഇൻവോക്ര ഉപയോഗിച്ച് രൂപപ്പെടുന്നു. മധ്യഭാഗത്ത് ഒരു പെൺപൂവുണ്ട്. അതിനെ ചുറ്റി നിരവധി ആൺപൂക്കളുണ്ട്. ചെറിയ ഉച്ചികളിൽ ഇരിക്കുന്നു. ദെൻ ഓരോ ആൺപൂവിനും എന്തുണ്ട്? ഓരോരോ കേസരമുണ്ട്. ഓക്കെ, ഓരോ ആൺപൂവിനും ഓരോ കേസരം കാണപ്പെടുന്നുണ്ട്. ഇത് കൂടുതലായി കാണുന്നത് പോയിൻസെറ്റിയ, യൂഫോർബിയ ഒക്കെയിലാണ്. അപ്പം നമ്മളിവിടെ ഓർത്ത് വെക്കേണ്ടത് യൂഫോർബിയാണ് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള. യൂഫോർബിയ സസ്യങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഇൻഫ്ലോറസൻസ് ആണ് സയാത്തിയം എന്ന് പറയുന്നത്. അടുത്തതാണ് വെർട്ടിലാസ്റ്റർ എന്ന് പറയുമ്പം നമുക്ക് ആ പിക്ചർ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ തുളസിയിലൊക്കെയാണ് ഈ വെർട്ടിലാസ്റ്റർ ഇൻഫ്ലോറസൻസ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച സൈമോസ് ഇൻഫ്ലോറസൻസുമായിട്ട് കുറച്ച് ബന്ധം തോന്നുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു ഘടന. പക്ഷെ കുറേ സൈമോസോ ഇൻഫ്ലോറസൻസുകൾ ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെർട്ടിലാസ്റ്റർ തുളസിയിലാണ് ഇത് കൂടുതലായിട്ട് കാണാം. അത് ഓർത്ത് വയ്ക്കുക, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള വെർട്ടിലാസ്റ്റർ ഇൻഫ്ലോറസൻസ്. ഇതൊരു പ്രത്യേകതരം സൈമോസ് പൂങ്കുലയാണ്. പൂങ്കുലകളുടെ 2 എതിർ കക്ഷങ്ങളിൽ നിന്നും വികസിക്കുന്ന രണ്ട് കൂട്ടം പൂങ്കുലയുള്ള പോലെയാണ് ഇത് എപ്പോഴും ഇരിക്കുക, ഓപ്പോസിറ്റ് ആയിട്ട്. ഓരോ കൂട്ടവും ഒരു ഡൈകാസിയൽ സൈമാണ്. 2 ഭാഗത്തുനിന്നും വരുന്ന 2 സ്ഥലത്തുനിന്നും ഇങ്ങനെ വരുന്ന രീതിയിലാണ് ഈ സൈം ഉണ്ടാവുക. ഇനി ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് തണ്ടില്ലാതെ സെസൈലായിട്ടുള്ള ആവൃതമായിട്ടുള്ള പൂക്കളായിരിക്കും കാണപ്പെടുന്നത്. ഇതൊരു ഞോടിന് ചുറ്റുമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഉദാഹരണം കോലിയസും ഒസിമമാണ്. ഒസിമം എന്ന് പറയുന്നത് നമ്മുടെ തുളസിയാണ്. അത് ഓർത്ത് വയ്ക്കുക, തുളസിയാണ് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള. തുളസി സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഇൻഫ്ലോറസൻസ് ആണ് വെർട്ടിലാസ്റ്റർ. ഓക്കെ, അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്ലാസൻറ്റേഷനെ കുറിച്ചിട്ടാണ്. എന്താണ് പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ഡാശയത്തിൻ്റെ ഉള്ളിൽ ഓവ്യൂളുകൾ ക്രമീകരിക്കുന്നതിനെയാണ് പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അണ്ഡാശയത്തിൻ്റെ ഉള്ളിൽ ഓവ്യൂളുകൾ ക്രമീകരിക്കുന്നതിനെ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നു. അതിനകത്ത് മാർജിനൽ പ്ലാസൻറ്റേഷൻ, രണ്ടാമത്തത് ആക്സിയൽ പ്ലാസൻറ്റേഷൻ, മൂന്നാമത്തത് പരൈറ്റൽ പ്ലാസൻറ്റേഷൻ, നാലാമത്തത് ബേസൽ പ്ലാസൻറ്റേഷൻ, അഞ്ചാമത്തത് സെൻട്രൽ പ്ലാസൻറ്റേഷൻ, ആറാമത്തത് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്ലാസൻറ്റേഷൻ കാണപ്പെടുന്നുണ്ട്. മാർജിനൽ, ആക്സിയൽ, പരൈറ്റൽ, ബേസൽ, സെൻട്രൽ, ഫ്രീ സെൻട്രൽ. അപ്പോൾ അതിനകത്തെ ഒന്നാമത്തെ പ്ലാസൻറ്റേഷനാണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ. മാർജിനൽ പ്ലാസൻറ്റേഷനിൽ അണ്ഡാശയത്തിന് ലംബമായ തലത്തിൽ നിന്നും പ്ലാസൻ്റ് ഉയർന്നു നിൽക്കുകയും ഇതിൽ നിന്ന് 2 നിരകളിലായി ഓവ്യൂളുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. പയർ ചെടികളിലാണ് ഇത്തരം പ്ലാസൻറ്റേഷനുകൾ കാണുന്നത്. ലളിത അല്ലെങ്കിൽ മോണോ കാർപ്പുലറി അണ്ഡാശയത്തിലാണ് ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്നത്.
അപ്പോൾ ഒരു കാർപ്പലുള്ള മോണോകാർപ്പിലറി അണ്ടാശയത്തിലാണ് ഈ തരത്തിലുള്ള ഒരു പ്ലാസൻറ്റേഷൻ നമുക്ക് കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം പയറെല്ലാം പൊളിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഈ പ്ലാസൻറ്റേഷൻ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും അല്ലേ. അതായത് ഇങ്ങനെയുള്ള ഇതിൽ നിന്നും ഓവ്യൂളുകൾ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് എന്ത് കാണപ്പെടുന്നത്, പ്ലാസൻറ്റേഷൻ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലുള്ള പ്ലാസൻറ്റേഷനാണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ. അതായത് അണ്ടാശയത്തിൻ്റെ ലംബമായ തലത്തിൽ നിന്നും പ്ലാസൻ്റ് ഉയർന്നു നിൽക്കുകയും അതിൽ നിന്ന് 2 നിരകളിലായിട്ട്, അപ്പോൾ നമ്മൾ പയറൊക്കെ പൊളിക്കുമ്പോൾ ആലോചിച്ച് നോക്കുക, അപ്പോൾ 2 നിരകളിലായിട്ട് ഓവ്യൂളുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയാം. പയർ ചെടിയിൽ കാണപ്പെടുന്ന പ്ലാസൻറ്റേഷൻ അങ്ങനെ ഓർത്ത് പഠിച്ചാൽ മതി. അതായിരിക്കും കൂടുതലായിട്ടും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. പയർ ചെടിയിൽ കാണുന്ന പ്ലാസൻറ്റേഷൻ അത് മാർജിനൽ പ്ലാസൻറ്റേഷൻ ആണ്. അടുത്താണ് ആക്സിയൽ പ്ലാസൻറ്റേഷൻ. ഇത് ബഹു അറകളുള്ള അണ്ടാശയത്തിലെ മധ്യഭാഗത്തുള്ള പ്ലാസൻ്റയിൽ നിന്ന് ഓവ്യൂളുകൾ ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ മൾട്ടി ലോക്കുലാർ ആയിട്ടുള്ള ബഹു അറകളുള്ള അണ്ടാശയത്തിൽ മധ്യഭാഗത്തിലുള്ള പ്ലാസൻ്റയിൽ ഓവ്യൂളുകൾ ക്രമീകരിച്ചിരിക്കുന്ന രീതിയിൽ വരുന്നതിനെയാണ് ആക്സിയൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ അറകളുള്ള ഇതുപോലെ അറകളുള്ളതിൽ മധ്യഭാഗത്തുള്ള ഈ ഒരു സ്ഥലത്ത് ഓവ്യൂളുകൾ ഇങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആക്സിയൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് കൂടുതലായിട്ടും ഓവറി ഒരു കൂടുതൽ ചേമ്പേർഡ് ആയിരിക്കും, ചിലപ്പം 2 ആയിരിക്കും, അല്ലെങ്കിൽ അതിലും കൂടുതൽ ചേമ്പേർഡ് ആയിട്ടുള്ള ഒരു ഓവറി ആയിരിക്കും ഇതിൽ കാണപ്പെടുന്നത്. നമുക്ക് ഈ ആക്സിയൽ പ്ലാസൻറ്റേഷൻ ചെമ്പരത്തി, തക്കാളി, നാരകം, അതുപോലെ തന്നെ വെണ്ടയ്ക്ക, അതിലൊക്കെ നമുക്ക് ആക്സിയൽ പ്ലാസൻറ്റേഷൻ ആണ് കാണപ്പെടുക. അപ്പോൾ വെണ്ടയ്ക്കയുടെ ഒക്കെ ഒന്ന് ഓർത്താൽ മതി, നമ്മളിങ്ങനെ നടുവേ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും അതിൻ്റെ ഇതുണ്ടാവുക. then അതുമൊന്ന് ഇങ്ങനെ കുറേ അറകൾ അല്ലെങ്കിൽ ലോക്യൂൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ തക്കാളിയുടെ ഓർത്ത് വയ്ക്കുക, നാരകത്തിൻ്റെ ഓർത്ത് വയ്ക്കുക, ചെമ്പരത്തിയിലൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും അത് ആക്സിയൽ പ്ലാസൻറ്റേഷൻ ആണ്. അപ്പോൾ ആക്സിയൽ പ്ലാസൻറ്റേഷനെ കുറിച്ചിട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്താണ് പരൈറ്റൽ പ്ലാസൻറ്റേഷൻ. എന്താണ് പരൈറ്റൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്? ഓവ്യൂളുകൾ അണ്ടാശയത്തിൻ്റെ അകത്തെ ഭിത്തിയിൽ കാണപ്പെടുന്നു. അതാണ് പരൈറ്റൽ പ്ലാസൻറ്റേഷൻ. കടുക്, ആർജിമോൺ എന്നിവയിലാണ് നമുക്ക് പരൈറ്റൽ പ്ലാസൻറ്റേഷൻ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതാണ് പരൈറ്റൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് പരൈറ്റൽ പ്ലാസൻറ്റേഷനിൽ വരുന്നത്. അണ്ടാശയത്തിൻ്റെ അകത്തെ ഭിത്തിയിലാണ് ഓവ്യൂള് കാണപ്പെടുക. കണ്ടോ, അപ്പോൾ ഇതുപോലെ അകത്തെ ഭിത്തിയിൽ ഓവ്യൂള് കാണപ്പെടുന്നതിനെയാണ് പരൈറ്റൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. കടുകിലും ആർജിമോണിലുമാണ് നമുക്ക് ഈ പരൈറ്റൽ പ്ലാസൻറ്റേഷൻ നമുക്ക് കാണാനായിട്ട് പെടുക. ഇവയുടെ അണ്ടാശയത്തിൽ ഒരു അറയാണ് ഉള്ളതെങ്കിലും ഒരു കപട ഭിത്തി കാണപ്പെടുന്നു. അപ്പോൾ കപട ഭിത്തി കാണപ്പെടുന്നുണ്ട്. ഈ കപട ഭിത്തി എന്ത് ചെയ്യുന്നില്ല, കപട ഭിത്തിയുടെ ഇടയിൽ ഇടഭിത്തികളില്ല, പക്ഷെ ഇത് കപട ഭിത്തി പോലെയാണ് നമുക്ക് കാണപ്പെടുക. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്കറിയാം അല്ലേ, പരൈറ്റൽ പ്ലാസൻറ്റേഷൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിക്കേ. പരൈറ്റൽ പ്ലാസൻറ്റേഷനിൽ ഈ പറയുന്ന പോലെ ഓവ്യൂളുകൾ അണ്ടാശയ ഭിത്തിയുമായിട്ട് ചേർന്നിട്ടാണ് ഉണ്ടാവുക. പക്ഷെ നമുക്കിവിടെ ഒരു കപട ഭിത്തിയുള്ള പോലത്തെ സംടൈംസ് ഫീലിങ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത പ്ലാസൻറ്റേഷനാണ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാസൻറ്റേഷനാണ്. ഓവ്യൂളുകൾ അണ്ടാശയത്തിൻ്റെ മധ്യഭാഗത്ത് വരുന്നതാണ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കിത് കാണാനായിട്ട് പറ്റുന്നത് ഡയാന്തസ്, പ്രൈം റോസിലൊക്കെയാണ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ കാണപ്പെടുക. ഓക്കെ, അപ്പോൾ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതുകൊണ്ടോ ഇതുപോലെ സെൻട്രലി വരുന്നതിനെയാണ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. ഓവ്യൂളുകൾ എന്ന് പറയുന്നത് ഓവറിയുടെ മധ്യഭാഗത്തുള്ള പ്ലാസൻ്റയിൽ ക്രമീകരിച്ചിരിക്കുന്നതിനെയാണ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ പ്രൈം റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ചേഞ്ച് ചെയ്യുന്നതാണ് പ്രൈം റോസ്. പിന്നെ അതുപോലെ ഡയാന്തസ് പോലെയുള്ള ചെടികളിലാണ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അടുത്തതാണ് ബേസൽ പ്ലാസൻറ്റേഷൻ. അണ്ടാശയത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് പ്ലാസൻ്റ രൂപപ്പെടുകയും ഒരു ഓവ്യൂൾ അതിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യുന്ന രീതിയിലാണ് ബേസൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ സൂര്യകാന്തി, അതേപോലെ തന്നെ മാങ്ങാച്ചെടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന മാരിഗോൾഡ്, വളരെ ഭംഗിയുള്ള മാങ്ങാച്ചെടി, പെട്ടെന്ന് പൂക്കളുണ്ടായി നിറച്ച് മഞ്ഞ ഓറഞ്ച് പൂക്കളൊക്കെ ഉണ്ടാകും. അത് പെട്ടെന്ന് കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന രീതിയിലുള്ള ചെടികളാണ് ഈ മാങ്ങാച്ചെടി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തും ഈ മാരിഗോൾഡ് തന്നെയാണ്, പക്ഷേ മാരിഗോൾഡ് നമ്മൾ സെൻറ്റിമെല്ലിനെയൊക്കെ മാരിഗോൾഡ് എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ആ ഒരു വെറൈറ്റിയിൽ തന്നെ വരുന്നതാണ് ഈ മാങ്ങാച്ചെടി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്താണ് നമുക്ക് ഈ ബേസൽ പ്ലാസൻറ്റേഷൻ കാണപ്പെടുക. അപ്പോൾ ബേസൽ പ്ലാസൻറ്റേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ബേസൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ
ഓവ്യൂളിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഓവ്യൂൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓവ്യൂള് അണ്ടാശയത്തിൻ്റെ അടിഭാഗത്തു നിന്നാണ് രൂപപ്പെടുന്നത്. ഓക്കെ, അണ്ടാശയത്തിൻ്റെ അടിഭാഗത്ത് നിന്ന് പ്ലാസൻ്റ രൂപപ്പെടുകയും ഒരു പ്ലാസൻ്റ ഉണ്ടാവുന്ന അണ്ടാശയത്തിൻ്റെ അടിഭാഗത്തു നിന്നും പ്ലാസൻ്റ ഉണ്ടാവുകയും അതിൽ നിന്നും ഒരു ഓവ്യൂൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന ഒരു പ്ലാസൻറ്റേഷനാണ് ബേസൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ അതിൻ്റെ പിക്ചർ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്ലാസൻറ്റേഷൻ. അടിഭാഗത്തു നിന്ന് പ്ലാസൻ്റ ഉണ്ടാവുക, എന്നാൽ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവുകയാണ്? ഒരു ഓവ്യൂൾ ഉണ്ടാവും. ദെൻ നമുക്കറിയാം ഓവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്, ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. അപ്പം അണ്ടാശയത്തിൻ്റെ ഉള്ളിലുള്ള ഓവ്യൂള് ഈ പ്ലാസൻ്റയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ഏതൊക്കെ തരത്തിലുള്ള പ്ലാസൻറ്റേഷനാണ്? മാർജിനൽ പ്ലാസൻറ്റേഷൻ നമ്മൾ ഏതിലാണ് കാണുന്നത്? പയർച്ചെടികളിലാണ് കാണപ്പെടുന്നത്. 2 നിരയിലായിട്ട് കാണുന്ന പ്ലാസൻറ്റേഷനാണ്. ദെൻ ആക്സിയൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതിലാണ് കാണപ്പെടുന്നത്? ചെമ്പരത്തി, തക്കാളി, നാരകം, വെണ്ടയ്ക്ക, ഇതിലൊക്കെ നമുക്ക് ആക്സിയൽ പ്ലാസൻറ്റേഷനാണ്. ഇത് മൾട്ടിലോക്കുലാർ അണ്ടാശയത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു രീതിയിൽ കാണപ്പെടുക. ദെൻ അടുത്തത് ഏതാണ്? പരൈറ്റൽ പ്ലാസൻറ്റേഷനാണ്. പരൈറ്റൽ പ്ലാസൻറ്റേഷനിൽ നമുക്ക് മേജറായിട്ട് കാണുന്നത് കടുക്, ആർജിമോണൊക്കെയാണ് പരൈറ്റൽ പ്ലാസൻറ്റേഷനിൽ കാണപ്പെടുന്നത്. അതിനകത്ത് ഓവ്യൂളുകൾ എങ്ങനെയായിരിക്കും? അണ്ടാശയത്തിൻ്റെ ഭിത്തിയുമായിട്ട് ചേർന്ന് വരുന്നതാണ് ഓവ്യൂളുകൾ എന്ന് പറയുന്നത്. ഇവയുടെ അണ്ടാശയത്തിൽ ഒരു അറയാണുള്ളതെങ്കിൽ ഒരു കപട ഭിത്തി രൂപപ്പെടുന്നതിനാൽ 2 അറകളായിട്ട് കാണപ്പെടുന്നു. ഓക്കെ, ദെൻ ആർജിമോൺ, കടുകിലൊക്കെയാണ് പ്രധാനമായിട്ടും പരൈറ്റൽ പ്ലാസൻറ്റേഷൻ വരുന്നത്. അടുത്ത ഏതാണ്? ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. അത് ഏതിലാണ് വരുന്നത്? ഡയാന്തസിലും പ്രൈംറോസിലുമാണ്. അത് സെൻട്രലിൽ വരുന്ന ഒരു പ്ലാസൻറ്റേഷൻ രീതിയാണ്. ദെൻ അടുത്താണ് ബേസൽ പ്ലാസൻറ്റേഷൻ. ഇത് അണ്ടാശയത്തിൻ്റെ അടിഭാഗത്തു നിന്ന് വരുന്ന പ്ലാസൻ്റയിൽ ഒരു ഓവ്യൂൾ കാണപ്പെടുന്ന രീതിയാണ് ബേസൽ പ്ലാസൻറ്റേഷൻ. ഇത് ഏതിലാണ് കാണുന്നത്? സൂര്യകാന്തിയിലും മാങ്ങാച്ചെടിയിലുമാണ് ബേസൽ പ്ലാസൻറ്റേഷൻ കാണുന്നത്. ഓക്കെ, അപ്പം നമ്മളിന്ന് പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന് സ്പെഷ്യൽ ഇൻഫ്ലോറസൻസിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചത്? ഹൈപ്പാന്തോഡിയം പഠിച്ചു, സയാത്തിയം പഠിച്ചു, വെട്ടിലാസ്റ്റർ പഠിച്ചു. ദെൻ പിന്നെ നമ്മൾ പഠിച്ചത് പ്ലാസൻറ്റേഷനെ കുറിച്ചിട്ടാണ്. അതായത് അണ്ടാശയത്തിൻ്റെ ഉള്ളിൽ ഓവ്യൂളുകൾ അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിയാണ് പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്.